ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് വന്ന വഴി ഞാൻ ആദ്യം തൊട്ട് പറയാം കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാമല പോയപ്പം അവിടെ ഞാൻ കാണിച്ചായിരുന്നു. അവിടെ കുറേ ഈ കാട്ടുചേമ്പ് പോലെ നിൽക്കുന്നതാണ് കേട്ടോ ഇത്. പക്ഷേ ഭയങ്കര ഭംഗിയാട്ടോ. ഇതിന് കണ്ടോ, ഇത് വലുതായിട്ടുണ്ടാകും, ചെറുതായിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ ചെറുത് അവിടെ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നായിരുന്നു. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മളത് നട്ടു വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു ചെളി വേണമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് അവിടെ നടുന്നത്. പിന്നെ ഒരു ചേമ്പും തട പോലെ അങ്ങനെ ആട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ആ തടയ്ക്കകത്ത് നമ്മൾ മുറിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പോട്ടിലോട്ട് വെച്ച് കൊടുക്കാട്ടോ ചെയ്തേ. നല്ല രസമായിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം. അപ്പം ഞങ്ങളിവിടെ പുറത്ത് തന്നെ വെച്ചു. കാരണം ഇത് അത്യാവശ്യം നല്ലപോലെ വെയിലൊക്കെ കൊണ്ട് നിൽക്കുന്ന സാധനമായിട്ട് വേഴൊന്നും വരില്ല. പിന്നെ ഞാൻ അതിനകത്ത് ബാക്കി ഉണ്ടാകുന്ന ചെറിയൊരു പീസ് വേറൊരു പോട്ടിൽ വെച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാലാത്തിയും അതുങ്ങളെ തമ്മിൽ നോക്കുമ്പം ഇപ്പം ഞാൻ കാണുന്ന ചെടിക്കല്ല ഇച്ചിരിയുടെ ഭംഗി കൂടുതൽ. പിന്നെ ഇത് 2 മാംഗോസ്റ്റീൻ്റെ തൈ അവിടെ അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയായിരുന്നു. അതുകൊണ്ടുവന്ന് ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം സൈഡിലും ആയിട്ട് കൊണ്ടുപോയി നട്ട് വെച്ചു. ഇത് മിറാക്കിൾ ഫ്രൂട്ട് ആട്ടോ. അത് കുറേ ആയി ഞങ്ങൾ നട്ടിട്ട് ഇത് വലുതാവുന്നില്ല. അപ്പോൾ അത് പോട്ടിൽ നിന്ന് മാറ്റി മണ്ണിലോട്ട് നേരെ നമ്മുടെ ഗ്രോ ബാഗിലായിരുന്നു, അത് നേരെ മണ്ണിലോട്ട് ഇറക്കി വെച്ചു. അങ്ങനെ നട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മുളകിൻ്റെ തൈയും പിന്നെ മറ്റേ ശംഖുപുഷ്പത്തിൻ്റെ തൈയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 വന്നപ്പോൾ തന്നെ, ഇത് അന്ന് രാത്രി ഞങ്ങൾ അന്ന് എത്തിയത് ഒരു 6 മണിയോടെ, അത് 6 മണിക്ക് എടുത്ത വീഡിയോ കേട്ടോ. അന്ന് തന്നെ കൊണ്ടുപോയി നട്ട് വെച്ചു. റെഡിയായി വരുമായിരിക്കും.